നമ്മളെയൊക്കെ പിടികൂടുന്നൊരു വിഷയമാണ് ഭയം എന്ന് പറയുന്നത്. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കടലിൻ്റെ മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നി അത് ഭൂതമാണ്. അവർ അത്യധികം ഭയപ്പെട്ട് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. യേശുവാണെന്ന് പത്രോസ് മനസ്സിലാക്കിയപ്പോൾ പത്രോസിന്റെ ഒരു ആഗ്രഹം, എനിക്കും ഇതുപോലൊന്നും നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഈ കടലിൻ്റെ മീതെ അങ്ങയുടെ അടുക്കിലേക്ക് നടന്നു വരുവാൻ എന്നോടൊന്ന് കൽപ്പിക്കണമേ. യേശു പറഞ്ഞു, വരിക. പത്രോസ് കടലിലെ വെള്ളത്തിൻ്റെ മീതെ കാലെടുത്തു വെച്ചു. അവൻ മുങ്ങിപ്പോയില്ല. പത്രോസ് നടന്ന് യേശുവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ്റെ ശ്രദ്ധ മാറി. ചുറ്റുപാടുമുള്ള കാറ്റിലും കോളിലും അവൻ ശ്രദ്ധിച്ചു. തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, കടലിൽ ഇളകി മറയുമ്പോൾ എനിക്ക് എങ്ങനെ ഈ വെള്ളത്തിൻ്റെ മീതെ നിൽക്കാൻ സാധിക്കും? ഞാൻ മുങ്ങിപ്പോകുമോ എന്ന് സംശയിച്ചു. അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ പല കാറ്റും കോളും ആഞ്ഞടിക്കും. രോഗപീഠകളാകാം. ഡോക്ടേഴ്സ് പറഞ്ഞേക്കാം ഇനി രോഗത്തിന് മരുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളാകാം. ജോലി നഷ്ടപ്പെട്ടതോ മറ്റുള്ളവർ നമുക്കെതിരെ തിരിയുന്നതായിരിക്കാം. വീട്ടുകാരെതിരായിത്തീരുന്നു. ഒരുപക്ഷെ മക്കളുടെ ദുശ്ശീലങ്ങളാകാം. ഈ കാറ്റും കോളും ഇളകി മറിഞ്ഞ് നമ്മളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് മുങ്ങി താഴുമ്പോൾ പത്രോസ് എന്തു ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന പത്രോസ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവപുത്രനായ യേശുവിനെ വീണ്ടും ഓർത്തു. അവൻ വിളിച്ചു, കർത്താവേ, രക്ഷിക്കണമേ. ഹൃദയം നുറങ്ങി അവൻ വിളിച്ച ഉടനെ യേശു അവന്റെ കൈക്കൽ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്പവിശ്വാസി, നീ എന്തുകൊണ്ട് സംശയിച്ചു? വിശ്വാസമില്ലായ്മയാണ് നമ്മുടെയും പ്രശ്നം. വിശ്വാസത്തിന്റെ എതിരാണ് സംശയം എന്ന് പറയുന്നത്. ലോകത്തിലെ പലതും നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വാക്ക് നമ്മൾ അവിശ്വസിച്ചു പോകും. പത്രോസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും വിശ്വാസത്തിന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് ഹൃദയം നുറങ്ങി യേശുവേ എന്ന് വിളിച്ചാൽ അവൻ നമ്മളെയും രക്ഷിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും അത് കർത്താവിനൊരു വിഷയമല്ല. നമ്മുടെ വിശ്വാസമാണ് കർത്താവ് നോക്കുന്നത്. വിശ്വാസത്തോടെ എത്ര വലിയ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ അവന് കഴിയും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മതമേതായിരുന്നാലും ഏത് പ്രായത്തിലുള്ള വ്യക്തിയായിരുന്നാലും പ്രശ്നം എന്തു തന്നെയായിരുന്നാലും നമുക്കും ഹൃദയം നുറുങ്ങി യേശുവേ എന്നൊന്ന് വിളിക്കാം. അവൻ രക്ഷിക്കും. തീർച്ചയായും അവൻ രക്ഷിക്കും.